അറിയില്ലേ? എടി നീ മിണ്ടാതിരേ, ഇത് മുറിയും. അമ്മേ, ഞാനിത് ഇട്ടോട്ടെ? നീ നിനക്ക് ഇഷ്ടമുള്ളത് ഇട എന്റെ പെണ്ണെ. ഈ അമ്മയുടെ ഒരു കാര്യം. എടേ, നിന്റെ അമ്മയ്ക്ക് വട്ട. അതെ, വട്ട. നിങ്ങളുടെ കൂടെയല്ലേ താമസം? സുന്ദരിയായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പറയണോ? പോയി റെഡിയാവ്. സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. മാറുമോളെ. കേറിക്കോ. പോവാം. ഓക്കെ. ആ ക്ലീറ്റസേ, ആ പൗലോസിനെ വിളിച്ചിട്ട് രാത്രി പുറത്ത് ലൈറ്റ് ഒന്നും ഇടാൻ പറഞ്ഞേക്കണേ. കള്ളന്മാരുടെ കാലോ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പിന്നെ രാവിലെ ലൈറ്റ് ഓഫ് ചെയ്യാനും ആ പത്രം എടുത്ത് മാറ്റി വെക്കാനും പറഞ്ഞേക്കണേ. ഈ അമ്മയുടെ ഒരു കാര്യം. അച്ഛാ, നമ്മള് വേളാങ്കണ്ണിയിൽ നിന്ന് നേരെ എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോവേണ്ടത്? നമുക്ക് ബ്ലാക്ക് ലൈബ്രറി പോയാലോ? അയ്യോ, അത് വേറെ വഴിയാ. നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ? അതിന് നാളെ പറ്റുന്ന സ്കൂൾ അവധിയല്ലേ? അമ്മയും കൊള്ളാം, മോളും കൊള്ളാം. ഓ ശരി ശരി ശരി, പോകാം. അച്ഛാ, ദേ കരിക്ക്. നിർത്ത് നിർത്ത് നിർത്ത്. കരിക്ക് കരിക്ക് നിർത്ത്. ശരി, നിർത്താം. ചെല്ല്, ചെന്ന് പറ. ചേട്ടാ ചേട്ടാ, 3 കരിക്ക്. 3 അല്ലേ? ഇപ്പൊ തരാം. അമ്മേ, ഇനി ഞാൻ മുന്നിലിരിക്കാം, അമ്മ പുറകെയിലിരിക്കെ. അല്ലെങ്കിൽ അച്ഛന്റെ ഡ്രൈവിംഗ് ശരിയാവില്ല. അത് കൊള്ളാലോ. ഇവളുടെ ഒരു കാര്യം. മാറുപോട്ട്. ഭയങ്കര കാന്താരി. നല്ല ഉറക്ക. എന്റെ തിടുക്കമായിരിക്കും നമ്മുടെ മോള് നഷ്ടപ്പെട്ടത്. അല്ല ക്ലീറ്റസ്? അങ്ങനെയൊന്നും പറയാതെ. ഈ ലോകത്ത് അങ്ങനെ എന്തെല്ലാം ദുരന്തങ്ങൾ സംഭവിക്കണം. നമ്മളും അതിലൊന്നും അങ്ങനെ സമാധാനിക്കും.
ആ യാത്രയിൽ നമ്മുടെ മോള് എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ ക്ലീറ്റസ്? ശരിയാണ്. അവളുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. കവിത, നീ ഇങ്ങനെ കരഞ്ഞ ശരിയാ. നമ്മൾ കരയുന്നത് കണ്ടാൽ അവള് കരയും. നാളെ സ്കൂളിൽ പോകണ്ടേ? പോണോ? പോണം. നിനക്ക് നിന്റെ കുട്ടികളെ കാണണ്ടേ? കാണണം. നിനക്ക് കാണണ്ടേ എന്റെ കുട്ടികളെ? വേണം. ഞാനൊന്ന് എഴുന്നേക്കട്ടെ? എഴുന്നേൽക്കും, എനിക്കുറപ്പാ. എനിക്കുറപ്പില്ല. ഓടവിടുന്ന്, എനിക്കുറപ്പാ. ടീച്ചറെ, സാറിന് എങ്ങനെയുണ്ട്? സുഖമായി വരുന്നു. ഒക്കെ ശരിയാവും ടീച്ചറെ, വിശ്വാസം കൈവിടരുത്. ഞാനൊന്ന് ചോദിച്ചാ നീ സത്യം പറയൂ? ഇല്ല. അതെന്തടോ അങ്ങനെ ഇല്ലാന്നൊരു ഉത്തരം? സത്യമല്ലാണ്ട് ഞാൻ ഇതുവരെ എന്റെ ഈ അവസ്ഥയെ എപ്പോഴെങ്കിലും നീ വെറുത്തിട്ടുണ്ടോ? അത് ഞാൻ വെറുതെ പോലും എന്നോടങ്ങനെ പറയണ്ട പ്ലീസ്. സോറി. അച്ഛൻ വന്നിരുന്നു. ഡൈവോഴ്സിന് നിർബന്ധിച്ചു. അച്ഛന്റെ ഭാഗത്ത് ന്യായമുണ്ട്. അച്ഛനെ ധിക്കരിച്ചിറങ്ങി പോന്നതല്ലേ, അതിന്റെ പരിഭവം ഇതുവരെ മാറിയിട്ടുണ്ടാവില്ല. എന്തു തന്നെയായാലും ക്ലീറ്റസ് എന്റെ ഭർത്താവല്ലേ, അദ്ദേഹത്തെ എനിക്ക് ഉപേക്ഷിക്കാനാവില്ല. അച്ഛൻ പറഞ്ഞതാ അതിന്റെ ശരി. ഞാൻ എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം? കവിത, ഞാൻ
ക്ലീറ്റസേ, ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാ. മനസ്സിലായോ? ആ മഹാഭാരതത്തിൽ വൃഷാലി എന്നൊരു അവതാരമുണ്ട്. ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കർണന്റെ ഭാര്യയാണവൾ. പക്ഷേ അവൾക്ക് കർണനെ അടുത്ത് കിട്ടിയിട്ടില്ല. എന്റെ കുടുംബം നന്നായി നോക്കണമെന്ന് പറഞ്ഞു പോയ ആൾ ഏത് ഭാരതത്തിലുണ്ട്? കവിത, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ പ്രണയിക്കുമ്പോ ഇത്രയും പ്രണയിക്കുന്നു ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ പിന്നെ ഞാൻ പെണ്ണല്ല. എനിക്കറിയാം നിന്റെ വിഷമം. നീ എനിക്ക് വേണ്ടി നിന്റെ നെഞ്ചും കൂട് തന്നെ തന്നു. പക്ഷേ ഞാൻ ഈ ഒരവസ്ഥ മതി, നിർത്ത്. എനിക്ക് താങ്ങാനാവുന്നില്ല. കവിത, നീയല്ലേ പറഞ്ഞത് എന്നെ ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേപ്പിച്ച് നടത്തുമെന്ന്? എന്നിട്ട് പതുക്കെ പതുക്കെ. സൂക്ഷിച്ച്. ഓക്കെ. ഓക്കെ. വരൂ ഡോക്ടർ. എവിടെ ക്ലീറ്റസ്? ക്ലീറ്റസ്. എന്താ ഡോക്ടർ ഇങ്ങോട്ടൊന്നും കാണാത്തത്? എടോ, തന്റെ പ്രാണപ്രേയസി വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എടോ പനീരെ, എന്റെ പ്രേയസി അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ ഇത്രയും പിക്കപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ കവിത, ഷീസ് ഗ്രേറ്റ്. കർക്കിടക മാസത്തിൽ മരണം വരുമെന്ന് പറയുമ്പോഴും ഭയക്കാത്തവളാ എൻ്റെ കവിത. അവളെ ജയിക്കാൻ ഒരു ഡോക്ടർക്കും ആവില്ല. ഞാൻ ഇതുപോലുള്ള ഒരുപാട് പേഷ്യൻസിനെ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലെ ഡോക്ടർക്ക് ചായ വേണ്ട, കൂൾ ഡ്രിങ്ക്സും വേണ്ട, അങ്ങനെയുള്ളത് ഒന്നും വേണ്ട. ഇതാ പച്ചവെള്ളം. ഇതിനേക്കാൾ വലിയ സ്നേഹരസം ഈ ഭൂമിയിലില്ല. ടീച്ചറെ, ക്ലീറ്റസിന് എങ്ങനെയുണ്ട്? എഴുന്നേറ്റു. നിന്നെ സമ്മതിച്ചു. നിന്റെ അത്രയും കാലിബർ ഒരു പെണ്ണിനും കാണില്ല. എന്ത് കാലിബർ? ഞാൻ എന്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചു, അത്രേ ഉള്ളൂ. അതെന്റെ കടമയല്ലേ. കവിതേ, എനിക്ക് ലൈബ്രറിയിൽ ഒന്ന് കയറണം. പോട്ടെ. ക്ലീറ്റസ്, ഒന്ന് എഴുന്നേറ്റ്, നമുക്ക് നടക്കാൻ പോണം. എനിക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മടിയൻ, നടക്കാൻ പറ്റില്ലെന്ന്. വാടെ ഇങ്ങോട്ട്, എഴുന്നേറ്റ് ഇങ്ങോട്ട്. ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാ. കാല് നേരെയിട്ടില്ല, പിന്നെ എന്താ ഇത്?
ഒന്നും നേരെ ഇട്ടില്ലെങ്കിലും സാരമില്ല. ഏയ്, ഛെ, ക്ലീറ്റസ്, എന്താ ഇത്? ഛെ. അത് കവിത, ഞാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാ എന്റെ ഈ ടെൻഷൻ. ഞാനൊരു നിമിഷം എന്നോട് ക്ഷമിക്ക്. പോടാ, നീ എന്നോട് ക്ഷമ പറയുന്നു. ഞാൻ നിന്റെ ആരാ? കവിത, നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഇല്ല. നീ എന്നെ നടത്തിച്ചു, എന്നെ ഇത്രയും കാലം സഹിച്ചു, ക്ഷമിച്ചു. പക്ഷെ ഞാൻ നിങ്ങളുടെ മനസ്സെന്റെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസമുണ്ട് എനിക്ക്. അതെന്നും ഉണ്ടാവുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? കവിത, ഞാൻ ഈ കടപ്പുറത്തൂടെ ഒന്ന് ഓടിയാലോ? വിട്ടിത്തം പറയരുത്. നിന്റെ മനസ്സ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മണൽത്തരികൾ എന്നെ തള്ളില്ല. പക്ഷെ ക്ലീറ്റസ്, അയ്യോ, ക്ലീറ്റസ്, ക്ലീറ്റസ്. നിന്റെ ശ്വാസമാണ് എന്റെ ജീവനിപ്പോ. നീ എന്നെ ഇത്ര എത്തിച്ചില്ലേ, ഇനി ഞാൻ ഓടും. ക്ലീറ്റസ്, പ്ലീസ്, വേണ്ട. ഇത്രയും കാലത്ത് നിന്റെ സഹനം, ക്ഷമ, ഇനി എനിക്കിത് പറ്റില്ല. ഞാൻ ഓടും. I am all right. ഓടി വീണു, മണ്ണിൽ വീണു ഉരുണ്ടു, ഒക്കെ ശരി തന്നെ. പക്ഷേ ഡ്രൈവ് ചെയ്യണം. ഡ്രൈവ്? കാലുകൾ ശരിക്കും ശരിയായിട്ടില്ല. അതെങ്ങനെ നിനക്കറിയാം? കൂടെ കിടക്കുന്നത് ഞാനല്ലേ, അതറിയേണ്ട ഉത്തരവാദിത്തം എന്റേതാ. ശരി, ഡ്രൈവ് ചെയ്യാം. എവിടേക്ക്? വേളാങ്കണ്ണിയിലേക്ക്. അന്ന് മുടങ്ങിപ്പോയ വേളാങ്കണ്ണി യാത്ര. നമ്മുടെ മോള്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അമ്മ എന്ന് പറയുന്നത് നീയാണ്, നീ മാത്രം. പ്രസവിച്ചുകൊണ്ട് മാത്രം അമ്മയാവില്ല, പ്രവൃത്തി കൊണ്ടും അമ്മയാവില്ല. ക്ഷമ, സഹനം, അതാണ് അമ്മ. നീ എന്റെ ഭാര്യയാണ്, സ്നേഹം തുളുമ്പുന്ന എന്റെ കവിതയാണ്. കവിത.